ഏതായാലും പക്ഷെ മറ്റേത് 3 കോരിന്ത്യർ 13 മറ്റേ വാക്യങ്ങൾ 3:13 അത് പൗലോസ്. ഇത് അധ്യായത്തിലുള്ളതല്ല. അതുകൊണ്ട് ചൈനയിലോട്ട് പോകാനിരുന്നത് ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ട് ആഫ്രിക്കയിലോട്ട് പോയി. അങ്ങനെയാണ്. ചൈനയിലോട്ട് പോകാൻ ആഗ്രഹിച്ച ആളായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഈ അതിനു മുമ്പ് ഞാൻ ഈ സംഗതി ഒന്ന് പറഞ്ഞോട്ടെ, പറയാവോ? ഇത് സംഭവം പറയാവോ? സംഭവം പറഞ്ഞു. നീ ഒരു അരക്കച്ച വാങ്ങിക്കുക, ഒരു പാറയുടെ ഇടയിൽ കൊണ്ടുവന്ന് അത് വെക്കുക. പക്ഷെ അത് ഉന്നശോമയിലാണോ? അത് ജോലിയോടുള്ള ബന്ധത്തിൽ. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം: ഉപ്പ്. ആദ്യം ഉത്തരമയച്ചത് മോളിക്കുട്ടി, ബാംഗ്ലൂർ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? ഇപ്പൊ എവിടെ നിന്നാണ് വരുന്നത്? മോളി ആന്റി. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നാട്ടിലെവിടെയാണ്? സ്വദേശം കൊല്ലം. ബാംഗ്ലൂരിൽ എത്ര നാളായി? ബാംഗ്ലൂരില് 8.5 വർഷം. അപ്പം ഇവിടെ തന്നെയായിരുന്നു, ഈ നോർത്ത് അല്ലെ സൗത്ത് മേഖലയിൽ തന്നെയായിരുന്നു, കേരളത്തിൽ തന്നെയായിരുന്നു സെറ്റിലായിരുന്നു? ഗോവയിലായിരുന്നു. എത്ര നാള്? 30 വർഷമായിട്ട്. അത് ജോലിയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ 30 വർഷം ഗോവയിലായിരുന്നു. ഇപ്പം 8 വർഷത്തോളമായിട്ട് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഇവിടെ മകനാണുള്ളത്. മകന്റെ പേര് സൽമോൻ. അപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് ബാംഗ്ലൂരിലെ കാലാവസ്ഥ? ഗോവയായിട്ട് വ്യത്യാസമുണ്ടോ? ഗോവ ചൂടാ, ഇവിടെ തണുപ്പാ. തണുപ്പിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടുത്തെ ഗോവയിലെ കാലാവസ്ഥയാണോ ഇഷ്ടം? ബാംഗ്ലൂരിലെ കാലാവസ്ഥ ഇഷ്ടം?
സാധാരണ ചൂട് കാലാവസ്ഥ, തണുപ്പിലേക്ക് വരുന്നവർക്ക് ചൂട് കാലാവസ്ഥ തന്നെ ഇഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഇല്ല, എനിക്ക് ഇതാ ഇഷ്ടം. ഇതാണ് ഇഷ്ടം. വളരെ സന്തോഷം. ഇതുപോലെ ബൈബിൾ ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഗോവ വെച്ച് ചെറിയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് പോകാം. മത്സരം എങ്ങനെയായിരിക്കും എന്നൊന്ന് ഞാൻ വേഗത്തിൽ പറയാം. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയുടെ സമ്മാന തുകയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, 8 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, 11 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 6000 രൂപയുടെ സേഫ് സോണിൽ, ഒടുവിൽ 12ാമത്തെ ചോദ്യം 10,000 രൂപയുടെ ബമ്പർ സമ്മാനം. 12 ചോദ്യങ്ങളേ ഉള്ളൂ. വേഗത്തിൽ ഉത്തരം പറയാം, സമ്മാനം നേടാം. മത്സരത്തിലേക്ക് പോകാം. നമുക്ക് സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, മത്സരത്തിലേക്ക് പോകാം. 1ാമത്തെ ചോദ്യം. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി മനോഹ, ഓപ്ഷൻ സി ആദം, ഓപ്ഷൻ ഡി അഹരോൻ. ഓപ്ഷൻ ബി മനോഹ. ഓപ്ഷൻ ബി മനോഹ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി മനോഹ. അറിയാവുന്ന ഉത്തരവാണെന്ന് തോന്നുന്നു. അറിയാവുന്ന ഉത്തരവായിരുന്നോ? ഉറപ്പാണ്, സംശയമൊന്നുമില്ല. മോശയും ദൈവത്തെ കണ്ടിട്ടുണ്ട്. മനോഹ തന്നെ. ഓക്കെ, ഓപ്ഷൻ ബി മനോഹ എന്ന ഉത്തരം ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി മനോഹ, ആ ഉത്തരം ശരിയാണ്. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ നന്നായി പറഞ്ഞിരിക്കുന്നു. ആ ചോദ്യം ഇച്ചിരി ടഫാന്ന് എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം, 2ാമത്തെ ചോദ്യം. ഹോശിയ പുസ്തകത്തിന് തൊട്ട് മുൻപുള്ള പുസ്തകം ഏതാണ്? പുസ്തക ക്രമം അനുസരിച്ച്. ഓപ്ഷൻ എ ദാനിയേൽ, ഓപ്ഷൻ ബി യെശയ്യാവ്, ഓപ്ഷൻ സി ഇയ്യോബ്, ഓപ്ഷൻ ഡി ആമോസ്. ഹോശയ്ക്ക് തൊട്ട് മുൻപ് ഉള്ള പുസ്തകം. ആലോചിക്കാം. പുസ്തക ക്രമം യെശയ്യാവ് തൊട്ട് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ദാനിയേലാന്ന് തോന്നുന്നു. നോക്കൂ, ദാനിയേലാണോ? ഉറപ്പിക്കട്ടെ. ഓപ്ഷൻ എ ദാനിയേൽ. ആ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. എന്ത് സംഭവിച്ചു? പുസ്തകക്രമം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഇനിയൊന്ന് പറഞ്ഞു നോക്കിയേ പുസ്തകക്രമം. യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേല്. അല്ല, യിരെമ്യാവ് കഴിഞ്ഞിട്ട് വിലാപം, എസ്കേല്, എസ്കേല്, ദാനിയേല്. ദാനിയേല് കഴിഞ്ഞ് ഹോശയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതായിരിക്കും ഉത്തരം അല്ലെ? ഓക്കെ, ഓപ്ഷൻ എ ദാനിയേൽ എന്ന ഉത്തരം ശരിയാണോ? ദാനിയേലാണ് ഉത്തരം ശരി. യെശയ്യാവ്, എസ്കേൽ, യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, എസ്കേൽ, ദാനിയേൽ. കൊച്ചുങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് സ്കൂൾ പഠിക്കുന്നത്. കൊച്ചുങ്ങൾ നന്നായിട്ട് പറയും പുസ്തകക്രമം. ബൈബിൾ ക്വിസിന് വരുമ്പോ പുസ്തകക്രമം കൂടെ പഠിക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. ഇസബേൽ രാജ്ഞി നിമിത്തം കല്ലേറ് കൊണ്ട് കൊല്ലപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ആഹാബിന്റെ 70 പുത്രന്മാർ, ഓപ്ഷൻ ബി നാദാബ്, ഓപ്ഷൻ സി നാബോത്ത്, ഓപ്ഷൻ ഡി അബിയാവ്. ഇതിൽ ആരാണ് കല്ലേറ് കൊണ്ട് കൊല്ലപ്പെട്ടത് ഇസബേൽ നിമിത്തം? ഓപ്ഷൻ സി നാബോത്ത്. ഓപ്ഷൻ സി നാബോത്ത്. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. നാബോത്ത് തന്നെയാണല്ലോ. നാബോത്തിന്റെ ഈ മുന്തിരിത്തോട്ടം ചീരത്തോട്ടം ആക്കാനുള്ള ഒരു പരിശ്രമത്തിൽ കല്ലെറിഞ്ഞു കൊന്നതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി നാബോത്ത് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ റൗണ്ട് 3 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ പോയേനെ. ഈ റൗണ്ട് നമ്മൾ കടന്ന് മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങളുടെ ഉത്തരം അറിയിക്കാൻ. നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 1ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന. ഒരു പ്രവാചകനാൽ എഴുതപ്പെട്ട പുസ്തകമാണിത്. യഹോവയുടെ ദീർഘക്ഷമയെയും യഹോവയുടെ ക്രോധത്തെയും അടുത്തടുത്തുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ.
Bible Brains. Powered by Good News Live. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക്. ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബൈബിൾ ക്രമത്തിൽ ഒരു ചെറിയ ടെൻഷൻ മുഖത്ത് വരുന്നുണ്ടല്ലേ? നമുക്ക് നോക്കാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, 4ാമത്തെ ചോദ്യം. ഇവരിൽ അപ്പനും മകനും അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ ആദം ഷേത്ത്, ഓപ്ഷൻ ബി അബ്രഹാം ഇസ്ഹാക്ക്, ഓപ്ഷൻ സി യാക്കോബ് എഫ്രൈം, ഓപ്ഷൻ ഡി നോഹ ഹാം. ഇവയിൽ ആരാണ് അപ്പനും മകനും അല്ലാത്തത്? ഓപ്ഷൻ സി യാക്കോബ് എഫ്രൈം. ഓപ്ഷൻ സി യാക്കോബ് ആൻഡ് എഫ്രൈം. അപ്പനും മകനും അല്ല. എന്തെങ്കിലും ബന്ധം അവർ തമ്മിലുണ്ടോ? ബന്ധമുണ്ട്. വല്യപ്പനാ, അപ്പനും മോനും അല്ല. ഓക്കെ, ഓപ്ഷൻ സി യാക്കോബ് എഫ്രൈം എന്ന ഉത്തരം ഉറപ്പിക്കാം. നമുക്ക് നോക്കാം ആ ഉത്തരം ശരിയാണോ. ഓപ്ഷൻ സി ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. അപ്പോൾ 1ാമത്തെ റൗണ്ട് കടന്നു. 1000 രൂപയുടെ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഒരു സമ്മാന തുക വന്നു. ഇനി ഔട്ടായാലും കുഴപ്പമില്ല. ഇനി ഔട്ടായാലും കുഴപ്പമില്ല, ഇനി തെറ്റിപ്പോയാലും കുഴപ്പമില്ല. അപ്പൊ ഇനി ടെൻഷൻ അടിക്കണ്ട. ഒരു സമ്മാനം ഇല്ലാതല്ല ഞാൻ വന്നേ എന്ന് പറയാം. ഓക്കെ, നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 2 ഓപ്ഷനാണ് 2ാമത്തെ റൗണ്ടിൽ നമുക്ക് മുൻപിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമം. പുതിയ നിയമം മതി. അതെന്തുകൊണ്ടായിരിക്കും പുതിയ നിയമം? പഴയ നിയമം ഇഷ്ടമോ, എന്നാലും പുതിയ നിയമം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പുതിയ നിയമം വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമം മതി. മുന്നോട്ട് പോകാം. പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ബെത്സൈദ കുളക്കരയിലെ രോഗി എത്ര വർഷം രോഗം ബാധിച്ചവനായിരുന്നു? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 38, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 8. ഓപ്ഷൻ ബി 38 വർഷം. ഓപ്ഷൻ ഡി 38 വർഷം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി 38 വർഷം ഉറപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. 38 വർഷം രോഗിയായിരിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. പക്ഷെ ആ മനുഷ്യന്റെ പ്രതീക്ഷയും കാത്തിരിപ്പുമാണ് അവന്റെ മേലേക്ക് സൗഖ്യം വന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി 38 വർഷം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ആദിയിൽ എന്നാരംഭിക്കുന്ന പുസ്തകം ഇവയിൽ ഏതാണ്? ആദിയിൽ എന്നാരംഭിക്കുന്ന പുസ്തകം. ഓപ്ഷൻ എ മത്തായി, ഓപ്ഷൻ ബി റോമൻ, ഓപ്ഷൻ സി വെളിപ്പാട്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉറപ്പിക്കുക. ഓപ്ഷൻ ഡി യോഹന്നാൻ എന്ന ഉത്തരം ഉറപ്പിക്കുക. അത് എങ്ങനെയായിരിക്കും വാക്യം തുടങ്ങുക? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ഉറപ്പുള്ള ഉത്തരവാണ് ഓപ്ഷൻ ഡി യോഹന്നാൻ എന്ന ഉത്തരം. ശരിയാണോ? വളരെ ശരിയാണ്. 7ാമത്തെ പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ചിലപ്പം ആശയക്കുഴപ്പം ഉണ്ടാവും. പെട്ടെന്ന് ഉത്തരം പറയാതെ ശ്രദ്ധിച്ചുത്തരം പറയാൻ പരിശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ലാത്തത് ഇവയിൽ ഏത് കാര്യമാണ്? ഓപ്ഷൻ എ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഓപ്ഷൻ ബി സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി സ്നേഹത്തിൽ ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഓപ്ഷൻ ഡി സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. ഇവയിലേതാണ് പൗലോസ് പറഞ്ഞിട്ടില്ലാത്തത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി എന്ന ഉത്തരം ഉറപ്പിക്കാം. സംശയമില്ല. അപ്പൊ പിന്നെ അത് ആര് പറഞ്ഞതായിരിക്കും? ഏത് ലേഖനത്തിലാന്ന്? ഏതായാലും പക്ഷേ മറ്റേത് 3 കൊരിന്ത്യർ 13 മറ്റ് വാക്യങ്ങൾ 3:13 ഇത് അധ്യായത്തിലുള്ളതല്ല. അതുകൊണ്ട് ഇത് മിക്കവാറും പൗലോസിന്റെ ആയിരിക്കില്ല. തോന്നുന്നു യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് എന്ന് അനുമാനിക്കുന്നു. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണോ? ആ ഉത്തരവും ശരിയാണ്. നീ സേഫ് സോണിലേക്ക്, 2ാമത്തെ റൗണ്ടിലെ സേഫ് സോണിലേക്ക് പോകുന്ന അവസാനത്തെ ചോദ്യമാണ്. ഇതുപോലെ തന്നെ വായിച്ച് ശ്രദ്ധിച്ച് ഉത്തരം പറയാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇവയിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്
പറഞ്ഞിരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നു തന്നെ എൻ്റെ ആഹാരം. ഓപ്ഷൻ ബി, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും. ഓപ്ഷൻ സി, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഓപ്ഷൻ ഡി, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഇവയിൽ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നതായി രേഖപ്പെടുത്തിയത് ഓപ്ഷൻ എ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്തു അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഉറപ്പിക്കാം. ഓപ്ഷൻ എ ഉത്തരം ഉറപ്പിക്കാം. ഏത് സന്ദർഭത്തിൽ പറഞ്ഞതായിരിക്കും? അത് ആ ശമരിയക്കാരത്തി സ്ത്രീയോട് പറയുന്ന ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞതിന് ശേഷം അവര് മടങ്ങി വരുമ്പം ആഹാരം കഴിച്ചു കാണും എന്ന് പറഞ്ഞപ്പോ യേശു ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞ വാക്യമാണ്. സംശയമില്ല. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ എ, ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ അടുത്ത സൂചന കൂടെ നൽകുകയാണ്. സൂചന ശ്രദ്ധിക്കുക. ഉത്തരം മനസ്സിലായെങ്കിൽ വേഗത്തിൽ ഉത്തരങ്ങൾ അയയ്ക്കുക, അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. ജലാശയം പോലെയായിരുന്ന ഒരു പട്ടണമാണ് ഈ പ്രവാചക പുസ്തകത്തിലെ കേന്ദ്ര വിഷയം. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. 3000 രൂപ സമ്മാനത്തുകയിലെത്തി. ഒരു കടമ്പയല്ല, 2 കടമ്പ കടന്നിട്ടുണ്ട്. ഇനി 3ാമത്തെയാണ് അതികഠിനമായ കടമ്പ. ഇത് കടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എന്ത് തോന്നുന്നു? ഇത് കടന്നു പോവോ? ചോദ്യം വരുമ്പോ അറിയാം. ചോദ്യം വരുമ്പോ അറിയാം. ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്, മിഷണറി ചരിത്രമുണ്ട്, ക്രൈസ്തവ ഗാനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. മിഷണറീസിനെ കുറിച്ച് ഇച്ചിരിയെങ്കിലും വായിച്ചത്, അത് മതി. ഇച്ചിരിയെങ്കിലും അറിയാവുന്നത്, പരിശ്രമിച്ചിട്ടുള്ളത് മിഷണറിയാണ്. റിലിജിയൻ കുറച്ചേ വായിച്ചോളൂ. ഓക്കെ, നമുക്ക് മിഷണറി ചരിത്രം ഒന്ന് പരിശോധിക്കാം. മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള 1ാമത്തെ ചോദ്യം. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വൻ കാര്യങ്ങൾ ചെയ്യുക എന്നത് ആപ്തവാക്യമാക്കിയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ, വില്യം കേറി. ഓപ്ഷൻ ബി, മേരി ചാപ്മാൻ. ഓപ്ഷൻ സി, ജോർജ് മുള്ളർ. ഓപ്ഷൻ ഡി, ബെർത്തലോമിയോ സീഗൻബാഗ്. ഓപ്ഷൻ എ, വില്യം കേറി. ഉറപ്പാണ്. ഓപ്ഷൻ എ, വില്യം കേറി എന്ന ഉത്തരം ഉറപ്പിക്കാം. സെറംബൂർ യൂണിവേഴ്സിറ്റിയുടെ വാതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുകയും വൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അത് വില്യം കേറി തന്നെ ആക്കിയതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞെട്ടണ്ട, നമുക്ക് പരിശോധിക്കാം ഉത്തരം ശരിയാണോ. ഓപ്ഷൻ എ എന്ന ഉത്തരം ശരിയാണോ? വില്യം കേറി. ആ ഉത്തരവ് ശരിയാണ്. ഈ റൗണ്ടിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മിഷണറി റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ദൈവിക രോഗശാന്തി എന്ന പുസ്തകം ഏത് ഭാഷയിലാക്കിയാണ് മേരി ചാപ്മാൻ തർജിമ ചെയ്തത്? ഓപ്ഷൻ എ, തമിഴിലേക്ക്. ഓപ്ഷൻ ബി, ബംഗാളി ഭാഷയിലേക്ക്. ഓപ്ഷൻ സി, ഹിന്ദി. ഓപ്ഷൻ ഡി, കന്നഡ. ഏത് ഭാഷയിലേക്കാണ് ദൈവിക രോഗശാന്തി എന്ന പുസ്തകം തർജിമ ചെയ്തത്? മലയാള പുസ്തകമാണ്. അത് ഏതിലേക്കാണ് തർജിമ ചെയ്തത്? തമിഴ് എന്ന് വെച്ചാൽ അത്രയും ഉറപ്പില്ല. എന്നാലും മേരി ചാപ്മാൻ മാവേലിക്കരയിലായിരുന്നു താമസിച്ചത്. അന്നേരം തമിഴായിരിക്കാനേ വഴിയുള്ളൂ. തമിഴായിരിക്കാനേ വഴിയുള്ളൂ. ഇതിൽ ബാംഗ്ലൂരിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി കന്നഡ ആയെങ്കിലോ? അല്ല, തമിഴായിരിക്കും. അല്ല, തമിഴെന്ന ഒരു ഓർമ്മ. ഓക്കെ, ഓപ്ഷൻ എ, തമിഴ് എന്ന് ഉത്തരം ഉറപ്പിക്കാം. മാറ്റില്ല, ഉറപ്പിക്കുക. ഇനി മാറുന്നില്ലല്ലോ. മാറ്റാനൊന്നുമില്ല. അന്ന് സാധാരണ തമിഴിലോട്ടൊക്കെ ആയിരുന്നു ഈ മിഷണറിമാരെ. തമിഴും പോർട്ടുഗീസ് ഭാഷയും അങ്ങനെയൊക്കെ ഞാൻ വായിച്ചതിനകത്ത് ഓർമ്മ മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ചിലപ്പോൾ തെറ്റിപ്പോകാം. എങ്കിലും നമ്മൾ 2 റൗണ്ടിൽ കടന്നു. നല്ലൊരു സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉത്തരം നമുക്ക് ഉറപ്പില്ലെങ്കിൽ മത്സരം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഏത് സമ്മാന തുകയാണ് നിൽക്കുന്നത് ആ സമ്മാന തുക നമുക്ക് കിട്ടും.
ഓക്കെ, ഇത് നോക്കട്ടെ. അപ്പൊ നമുക്കിത് പരിശോധിക്കാം. കുഴപ്പമില്ല, പോയാൽ സാരമില്ല. ഏതായാലും 2 റൗണ്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് അഭിമാനത്തോടെ തിരിച്ചു പോവാം. സന്തോഷമില്ലേ? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഓപ്ഷൻ എ തമിഴ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. തമിഴിലേക്കാണ് ദൈവിക രോഗശാന്തി എന്ന പുസ്തകം തർജ്ജമ ചെയ്തത്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഈ ചോദ്യം കഴിഞ്ഞാൽ ബമ്പർ ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ 12ാമത്തെ ചോദ്യം ബമ്പർ ചോദ്യമാണ്. അപ്പൊ നമുക്കിത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, മിഷണറി റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. റോബർട്ട് മോഫ്റ്റ് എന്ന വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച ഇവരിൽ ആരുടെ മിഷണറി യാത്രയിലാണ് നിർണായക പങ്ക് വഹിച്ചത്? ഓപ്ഷൻ എ ബർത്തലോമിയോ സീഗൻബാഗ്, ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ ഡി ഹഡ്സൺ ടൈലർ. ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ അതൊരാളുടെ മിഷണറി യാത്രയിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നു. അത് ആരുടെ മിഷണറി യാത്രയിലാണ് ഈ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു വഴിത്തിരിവുണ്ടാക്കിയത്? ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഉറപ്പാണ്? ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഉറപ്പോടെ ഉത്തരം ഉറപ്പിക്കുകയാണ്. ചൈനയിലോട്ട് പോകാനിരുന്നത് ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ട് ആഫ്രിക്കയിലോട്ട് പോയി. അങ്ങനെയാണ്. ചൈനയിലോട്ട് പോകാൻ ആഗ്രഹിച്ച ആളായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഈ ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ട് ആഫ്രിക്കയിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ മിഷണറി ചരിത്രമൊക്കെ വായിച്ചു, ഞാൻ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കി ഇവിടെ അയച്ചു തന്നതാ വായിച്ചത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. അങ്ങനെ 3 റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ച് 6000 രൂപ എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ ബമ്പർ ചോദ്യമാണ്. അതിനു മുമ്പ് അതിൻ്റെ നിബന്ധനകൾ ഞാൻ പറയാം. ഒന്നുകിൽ ഇവിടെ നമുക്ക് ഈ മത്സരം അവസാനിപ്പിക്കാം. ഈ ബമ്പർ ചോദ്യം ആദ്യം കണ്ടിട്ട്, ചോദ്യം ഒരുപക്ഷെ ചിത്രങ്ങളായിരിക്കാം, ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 ചിത്രങ്ങളായിരിക്കും. ആ ചിത്രം കാണുമ്പോൾ അത് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് പോകും. ഇല്ല, വേണ്ട എന്നുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. ഇനി അല്ല, ഞാൻ മുമ്പിലേക്ക് പോവുകയാണ്, അതെന്താണെന്ന് നോക്കാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, അത് നോക്കുകയാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളൊരു ബൈബിളൂടെ തരും. അതിൽ നോക്കി ഉത്തരം കണ്ടെത്താവുന്നതാണ്. ഇനി അത് തെറ്റിപ്പോയാൽ, ഇപ്പോൾ 6000 രൂപ സമ്മാനത്തുകയിൽ എത്തിയല്ലോ, തെറ്റിപ്പോയാൽ നേരെ പകുതിയിലേക്ക് വരും. നേരെ പകുതി 2ാമത്തെ റൗണ്ടിലെ സമ്മാനത്തുകയായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അപ്പം ചോദ്യം കണ്ടിട്ട് തീരുമാനിക്കാം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാവുന്നതാണ്. ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 1.5 മിനിറ്റ് സമയം. ബമ്പർ ചോദ്യം ആദ്യത്തെ സൂചനാ ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈ ചിത്രങ്ങൾ ഏത് അധ്യായത്തിലേതെന്ന് കണ്ടെത്തുക. 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണ് ഈ ചിത്രം മനസ്സിലാകുന്നുണ്ടോ? 1 ഒരു പാറക്കഷ്ണങ്ങൾ എന്ന് കണക്ക് കൂട്ടുക. 2ാമത്തേത് ഗുഹയാണ്. 3ാമത്തേത് വസ്ത്രമാണ്. അത് ഏത് വിധത്തിലുള്ള വസ്ത്രം എന്ന് ശ്രദ്ധിക്കുക. ഇതേത് അധ്യായത്തിലെന്ന് കണ്ടെത്തണം. 90 സെക്കൻഡ് സമയം മാത്രമാണ് കണ്ടെത്താനുള്ളത്. 1 മിനിറ്റ് 30 സെക്കൻഡ് സമയമാണ്. ഇനി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പാറയുണ്ട്, ഗുഹയുണ്ട്, വസ്ത്രമുണ്ട്. അതിനുമുമ്പ് ഞാൻ ഈ സംഗതി ഒന്ന് പറഞ്ഞോട്ടെ, പറയാവോ? ഇത് സംഭവം പറയാവോ? സംഭവം പറഞ്ഞു. നീ ഒരു അരക്കച്ച വാങ്ങിക്കുക, ഒരു പാറയുടെ ഇടയിൽ കൊണ്ടുവന്നത് വെക്കുക. പക്ഷെ അത് 1 ശമൂവേലിലാണോ? എന്റെ അറിവിൽ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ലാണ്. യെശയ്യാവിനോട് ദൈവം പറഞ്ഞതാണ്, നീ അരക്കച്ച വാങ്ങി ഒരിടത്ത് വെക്കുക. ഞാൻ ഇസ്രായേലിൽ ഇത് 1 ശമൂവേലിലാണ്. 1 ശമൂവേൽ എന്ന് പറയുമ്പോൾ പശ്ചാത്തലം ഓർക്കുക. ശൗൽ രാജാവായി വരുന്നത്, ശമൂവേലിന്റെ ചരിത്രം, ദാവീദിന്റെ ചരിത്രം. ശൗൽ രാജാവായി വരുന്നത് 1 ശമൂവേലിന്റെ ആ ഏകദേശം ഒരു ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞത്. ശൗലിന്റെ തിരഞ്ഞെടുപ്പ്, ദാവീദ്, ആ ഭാഗങ്ങളൊക്കെ വരുന്നതാണ് ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ. പിന്നീട് 2 ശമൂവേൽ ദാവീദിന്റെ ചരിത്രം. പാറയല്ലാതെ കല്ലല്ല, മറ്റേ കല്ലല്ല, അത് പാറ എന്നുള്ള അർത്ഥത്തിലാണ്. പാറക്കല്ലാണ്. സംഭവം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സംഭവം ഒരു ഗുഹയ്ക്കകത്ത് ദാവീദും കൂട്ടരും കയറി ഒളിക്കുന്നുണ്ട്.
അതിനകത്ത് വന്ന് ശൗലും കൂട്ടരും വന്ന് അഭയം തേടും. അന്നേരം ദാവീദ് എന്ന് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഇച്ചിരി മുറിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് അക്കരെ ചെന്ന് നിന്നിട്ട് വിളിച്ചു പറയും, നിന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഞാൻ കുറച്ച് മുറിച്ചെന്നു. ഇതിനകത്ത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏത് അധ്യായമാണ്, ബൈബിൾ തന്നാൽ ഏത് അധ്യായമാണെന്നുള്ളത് ഈ 90 സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ മാത്രം. പാറ ആ അധ്യായത്തിൽ കാണും. അതുകൊണ്ടാണ് പാറ കൊടുത്തിരിക്കുന്നത്. മുമ്പോട്ട് പോവുകയാണെങ്കിൽ 3 സൂചനയും കൂടെ ഉണ്ട്. ഈ ചോദ്യം ഇനി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ 3 സൂചനയും കൂടെ ഉണ്ട്. അപ്പോൾ ആ സൂചനയും കൂടെ കണ്ട് ബൈബിൾ മേടിക്കാം. പക്ഷെ ആ സൂചന കാണിച്ചാൽ 90 സെക്കൻഡേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സൂചന, ഈ പാറ കണ്ടുപിടിക്കണം, ഗുഹ കണ്ടുപിടിക്കണം, വസ്ത്രം കണ്ടുപിടിക്കണം, പിന്നാലെ വരുന്ന 3 സൂചനയും കണ്ടുപിടിക്കണം. ഇത് ഏത് അധ്യായമാണെന്ന് കണ്ടെത്തണം. എനിക്ക് മനസ്സിലായി, ഗുഹയും വസ്ത്രവും മനസ്സിലായി. ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം അനുമാനവും ഒക്കെ കൃത്യമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ പാറ ഏത് അധ്യായമാണെന്ന് കണ്ടെത്തുക. ഒന്ന് ശമൂവേലിനകത്ത് സംഭവം ഇതാ, ശൗലി എന്ന് ദാവീദ് എന്ന് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിക്കുന്നു. അവിടെ തന്നെ ശൗലും കൂട്ടരും വന്ന് കേറുന്നു. അന്നേരം ദാവീദ് വന്ന് വസ്ത്രത്തിന്റെ അഗ്രം കുറച്ച് മുറിച്ചെടുക്കുന്നത്, കൊല്ലട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വേണ്ട, കണ്ടെന്നുള്ളതിന്റെ സാക്ഷ്യം ആ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ശമൂവേലിനകത്ത് സംഭവം നടക്കുന്നത്. ഏതാണ്ട് മധ്യത്തിലായിട്ട് വരും. ആയിക്കോട്ടെ, ഈ 1.5 മിനിറ്റിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടോ? മുന്നോട്ട് പോകുന്നുണ്ടോ? മുന്നോട്ട് പോകുന്നു. 1.5 മിനിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചല്ലേ പോയി. കണ്ടുപിടിച്ചാൽ കിട്ടി. പാറ അതിനകത്ത് കാണും. ഏത് അധ്യായമാണെന്ന് കണ്ടെത്തിയാൽ മതി. അധ്യായമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വായിച്ചാൽ മതി, കണ്ടെത്തി വായിച്ചാൽ മതി. അധ്യായം ഏതാന്ന് കണ്ടെത്തണം. 21 വരുമെന്ന് നോക്ക്. മുന്നോട്ട് പോവാണെങ്കിൽ പോകാം. വായിച്ചിട്ടുണ്ട് ഞാനത്. പക്ഷെ ബൈബിള് തരിക. മുന്നോട്ട് പോകുന്നോ? ഒറ്റ വാക്ക് പറയാ. ഇല്ലേ, ഒന്നുകൂടെ ചിന്തിക്കട്ടെ. ചിന്തിച്ചു. 90 മിനിറ്റ് ഉണ്ടല്ലേ? 90 മിനിറ്റ് അല്ല, 90 സെക്കൻഡ്. 1.5 മിനിറ്റ്. വേഗത്തിൽ കഴിയും. ഏതാണ്ട് ഇതൊരു മധ്യഭാഗത്തായിട്ടാ വരുന്നത്. 1 ശമൂവേല്. മുന്നോട്ട് പോകുന്നോ? അന്നേരം ഉറപ്പുണ്ടോ? ദൈവമേ എനിക്ക് തരുവോ? ഞാൻ ചർച്ച പട്ടിലേക്ക് ഇടാനായില്ല. കർത്താവിനെ പ്രലോഭിപ്പിക്കരുത്. നോക്കട്ടെ. എന്താണേലും നോക്കാം. എല്ലാം ദൈവത്തിനാ. എല്ലാ ദൈവത്തിന്. ഏതായാലും നോക്കുക. ഇതാണ് മുൻപിലേക്കുള്ള സൂചന. ഒരു നായ ചത്ത് കിടപ്പുണ്ട്, ഒരു ചെള്ളുണ്ട്, ആരോ വണങ്ങി നമസ്കരിക്കുന്നുണ്ട്, ടൈമർ മുൻപോട്ട് പോകുന്നുണ്ട്. ഏത് അധ്യായമാണെന്ന് തേടി കണ്ടെത്താം. ഇനി അവശേഷിക്കുന്ന സമയം 1 മിനിറ്റ് 10 സെക്കൻഡാണ്. ഏത് അധ്യായത്തിലാണെന്ന് തേടി കണ്ടുപിടിക്കാം. അധ്യായം 26. 26 ഇതെല്ലാം കാണുന്നുണ്ടോ? 1 മിനിറ്റ് സമയം അവശേഷിക്കുന്നുണ്ട്. 26 ഇതെല്ലാം കാണുന്നുണ്ടോ? നോക്കാം. ഇനി അത് ഭാഗം പറയണം. 26 26 ആണെന്ന് ഉറപ്പിക്കുവാണോ? സമയം മുമ്പിലേക്കുണ്ട്. 40 സെക്കൻഡ്. 30 സെക്കൻഡ്. 26 ആണോ? 20 സെക്കൻഡ്. അധ്യായം 26 തന്നെ ഉറപ്പിക്കുന്നു. പക്ഷെ ആ ഭാഗം നോക്കട്ടെ. 10 സെക്കൻഡ്. 7 6 21 1 18 മുതൽ 21 22 സമയം അവസാനിച്ചു. ഏതെങ്കിലും ഒരു അധ്യായം ഉറപ്പിച്ചു പറഞ്ഞു. അധ്യായം 26. അധ്യായം 26 നമുക്കപ്പോ പരിശോധിക്കാം. ഈ 26-ാം അധ്യായത്തിനകത്ത് ഈ കാണുന്ന ആ പാറയുണ്ടോ, ഗുഹയുണ്ടോ, വസ്ത്രമുണ്ടോ,
ഈ നായയുണ്ടോ, ചെള്ളുണ്ടോ, ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഒരു മനുഷ്യൻ? ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. 26 ഉണ്ട്. ഉണ്ട്. ഇപ്പോഴത്തെ എനിക്കെല്ലാം ഓർമ്മ വരും. മുളിയാൻറ്റി, ഉത്തരം ഇതാണോ എന്ന് നമ്മളിത് ഇവിടെ ചോദിക്കാൻ പോയി. ഇവിടെ ഉത്തരവുണ്ട്, നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. ആന്റി പറഞ്ഞ ഉത്തരം അധ്യായം 26 ഈ ചിത്രങ്ങൾ എന്നാണ്. നമ്മളിത് പരിശോധിക്കുന്നു. ഇതേ സിസ്റ്റത്തെ നോക്കിക്കോ, ഏത് അധ്യായത്തിലേതാണ് ഈ ചിത്രങ്ങൾ? 1 ശമൂവേൽ 24 അധ്യായത്തിനകത്താണ്. അല്പം കൂടെ ഏറ്റവും അടുത്തെത്തിയിരുന്നു, പക്ഷേ കൈവിട്ടുപോയി. ഇത് ഞാനത് 24 വായിക്കുകയാണ്. എന്താണ് ആ പാറ എന്നുള്ളത്? 2-ാമത്തെ വാക്യം 24 കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു എന്നുള്ളതാണ്. വസ്ത്രത്തെക്കുറിച്ച് ശൗലിന്റെ മേലങ്കി 5-ാമത്തെ വാക്യത്തിന് തൊട്ടു മുകളിൽ ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതിനു മുൻപ് 3-ാം വാക്യം ഒരു ഗുഹ ഉണ്ടായിരുന്നു. 14-ാമത്തെ വാക്യം ചത്ത നായ അല്ലയോ, ഒരു ചെള്ളിനെ അല്ലയോ യജമാനെ അന്വേഷിച്ച് നടക്കുന്നത് നീ എന്ന് പറഞ്ഞ് അവന് സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്ന് പറഞ്ഞാണ് വാക്യം. 24-ാം അധ്യായത്തിന് ചർച്ച് ഫണ്ടിലോട്ട് കർത്താവ് അനുവദിച്ചില്ല എന്ന് തോന്നുന്നു. സോറി. ഏതായാലും ആന്റിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഇത്രയും മത്സരം, നല്ലൊരു മത്സരാർത്ഥി. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ അറ്റൻഡ് ചെയ്ത് ധൈര്യത്തോടെ, എനിക്ക് സാമ്പത്തിക പ്രശ്നമല്ല, എനിക്ക് മത്സരിക്കണം, എനിക്കിത് പരിചയിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ സിനീഷ് എന്ന് പറയുന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്ററെ എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ധൈര്യം, ആന്റി ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയാണ്. ഇത്രത്തോളം മത്സരാർത്ഥികൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന മത്സരാർത്ഥിയുടെ ഗ്രാഹ്യവും ബോധ്യവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് മിഷണറി റൗണ്ടൊക്കെ കടന്നു വരണമെങ്കിൽ ചെറിയ പരിശ്രമമല്ല, നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. ബൈബിൾ നല്ല രീതിയിൽ ധ്യാനിച്ചിട്ടും പഠിക്കുന്നു ഒക്കെ ഉണ്ട്. എല്ലാ വിധത്തിലും കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്രത്തോളം കടന്നു വന്ന് ഈ ബമ്പർ ചോദ്യം വരെ അറ്റൻഡ് ചെയ്തതിൽ ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. എല്ലാ ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അറിയിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. ഒരു പട്ടണത്തിന്റെ നാശം പ്രവചിക്കുമ്പോൾ തന്നെ യഹൂദയ്ക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ ചെറിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.